ഒരു ഈവനിങ് 6 o'clock ചായ കുടിക്കാൻ പോയാലോ മോളെ എന്ന് അമ്മ ചോദിച്ചപ്പോൾ പിന്നെന്താ. അങ്ങനെ ആദ്യം നമ്മൾ ഓക്സിജനിലേക്കാണ് പോയത്. ചായ കുടിക്കാനല്ല, ഫോൺ സർവീസ് ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ അല്ല, അമ്മയുടെ. ഫോൺ കൊടുത്തതിന് ശേഷം നമ്മൾ ശരവണ ഭവനിലേക്കാണ് പോയത്. അങ്ങനെ തകൃതിയായി മെനു കാർഡൊക്കെ വായിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തു കേട്ടോ. ഫസ്റ്റ് അമ്മ ഓർഡർ ചെയ്താണ് കേട്ടോ വന്നത്. കണ്ടപാടി ചിരി വന്നു. കാരണം നമ്മളേലും വലിയ ദോശയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളടുത്തോടെ ഒരു കുഞ്ഞു കുട്ടി പാസ് ചെയ്ത് പോകണ്ടായിരുന്നു. അവൻ്റെ കൗതുകവും അമ്മേനെ നോക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ചിരി ഇരട്ടിയായി. അങ്ങനെ ദോശയുടെ ഓരോ അറ്റം വെച്ചിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇൻ ബിറ്റ്വീൻ പനീർ ടിക്ക ഫ്രാങ്കിയും സ്ട്രോങ് ആയിട്ടുള്ള കോഫിയും പിന്നെ ഞാൻ ഓർഡർ ചെയ്ത മഷ്റൂം നൂഡിൽസും കൂടെ വന്നു. നോൺ വെജിൽ മാത്രം ഒതുങ്ങാതെ വെജിറ്റബിൾസിലൊക്കെ കിടു വെറൈറ്റീസ് ഉണ്ട്. ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യണത് നല്ലതാണ്. ഡൺ. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ടെക്സ്ചറിലേക്കാണ് കേട്ടോ. സ്വന്തമായിട്ട് ത്രെഡ് ചെയ്യാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു വിസിറ്റ് ഞാൻ ഒഴിവാക്കിയാണ്. പിന്നെ കുറച്ച് അധിക സമയം ഞങ്ങൾ ചെലവഴിച്ചത് എടപ്പള്ളി പള്ളിയിലായിരുന്നു കേട്ടോ. നമ്മുടെ പ്രാർത്ഥനയോടൊപ്പം തന്നെ ചുറ്റുമുള്ളവരുടെ പ്രാർത്ഥന കൂടി കേൾക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ തോന്നിയൊരു സമയമായിരുന്നു അത്. കാരണം അത്രയും അധികം വിഷമിക്കുന്ന ആളുകൾ ആ പള്ളിയിലുണ്ടായിരുന്നു. ചെറിയ ചെറിയ നേർച്ചകളൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്തു നമ്മൾ പതിയെ പള്ളിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് ചായ കുടിക്കാനൊക്കെ പോകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെയും കൂടി ഓർക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മൾ തിരിച്ചെത്തിയ സമയം കാണണ്ടേ.